ശ്രീ മെഴുവേലി ബാബുജി എഴുതിയ ജ്വാല IPS. ബിസിനസ്സുകാരനായ രവീന്ദ്രൻ പ്രിയങ്ക ദമ്പതികൾക്ക് 2 മക്കൾ, മദൻ, ജ്വാല. അയാളുടെ കൂട്ടു ബിസിനസ്സുകാരനാണ് വർമ്മ. ബിസിനസ് രേഖകളെല്ലാം തന്റെ പേരിലാക്കിയിട്ട് വർമ്മ രവീന്ദ്രനെ കൊന്നു. മദന്റെ പഠിത്തം നിർത്തി പിഗ് ഫാമിലെ ജോലിക്കാരനാക്കി. ജ്വാല വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. രവീന്ദ്രന്റെ കൊലപാതകം സംബന്ധിച്ച ഫയലുകൾ ആവശ്യപ്പെട്ട ASP സൂര്യൻ മരിച്ചു. പുതിയ ASP ആയി ജ്വാല IPS ചാർജ് എടുത്തു. സൂര്യൻ ജീവിച്ചിരിക്കുന്നുവെന്ന അജ്ഞാത ഫോൺ സന്ദേശം വർമ്മയെ തളർത്തി. പിഗ് ഫാമിൽ നിന്ന് മദനെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചായി ജ്വാലയുടെ ചിന്ത. SP ചിദംബരവും DYSP ലക്ഷ്മണനും ജ്വാലയ്ക്ക് എതിരായി. വർമ്മ ജ്വാലയ്ക്കെതിരെ ഗുണ്ടകളെ അയച്ചു. ഇത് പടമുഖത്തിലെ ചില ഭാഗങ്ങളാണ്. ശേഷം ജ്വാല IPS എന്ന പേരിൽ ഒരു ബുക്ക് ശ്രീ മെഴുവേലി ബാബുജി പ്രസിദ്ധീകരിക്കുന്നു. തുടർന്ന് ഈ സംഭവങ്ങൾ അതിലൂടെ നമുക്ക് കേൾക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ജ്വാല IPS അധ്യായം 1. ജ്വാല സാർ, ഡ്രൈവറുടെ ശബ്ദത്തിന് ഒരു ബ്ലേഡിന്റെ മൂർച്ചയുണ്ടായിരുന്നു. ജ്വാല IPS വെട്ടിത്തിരിഞ്ഞു. അപ്പോൾ കുറുവടി പിന്നെയും ചീറി വരുന്നതാണ് കണ്ടത്. സുമോയുടെ മുൻ ഗ്ലാസിൽ അവശേഷിച്ചിരുന്ന ഭാഗങ്ങൾ കൂടി ചിതറി വീണു. ജ്വാല പെട്ടെന്ന് മൊബൈൽ ഫോണിലൂടെ SP ചിദംബരവുമായി ബന്ധപ്പെട്ടു. അവിടുത്തെ അപകടാവസ്ഥയെക്കുറിച്ച് ചുരുക്കം വാക്കുകളിൽ ധരിപ്പിച്ചു. എത്രയും വേഗത്തിൽ കൂടുതൽ ഫോഴ്സിനെ അയച്ചില്ലെങ്കിൽ ആകെ കുഴപ്പമാവും സാർ. സോറി, റോങ് നമ്പർ എന്നുള്ള ശബ്ദമാണ് അപ്പുറത്തു നിന്നും കേട്ടത്. ഒപ്പം ഫോൺ ഡിസ്കണക്ട് ചെയ്യുന്നതും. ഞെട്ടിപ്പോയി ജ്വാല. ചിദംബരം സാറിന്റെ ശബ്ദം തന്നെയാണ് അതെന്ന് അവൾക്കുറപ്പായിരുന്നു. കളിക്കുകയാണ് അയാളും. തന്നെ തകർക്കാനുള്ള നീക്കം. ജ്വാല പല്ലുകൾ ഞെരിച്ചമർത്തി. അപ്പോൾ അക്രമാസക്തരായ ആൾക്കാർ ഡ്രൈവറെ വലിച്ച് പുറത്തേക്കിറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇങ്ങോട്ടിറങ്ങടാ. ജ്വാല അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കാൽ നീട്ടി പുറത്തു നിന്നിരുന്നവന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ഹാ! ഡ്രൈവറുടെ ഷർട്ടിലെ പിടിവിട്ട് അയാൾ പിന്നോട്ട് വേച്ചു. അതിനിടെ മറ്റുള്ളവരും അല്പം അകന്നുപോയി. ഒന്നും നോക്കണ്ട, അടിച്ചു കീറിക്കോ. ജ്വാല ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാരോട് അലറി. ചാർജ്! ജീപ്പിൽ 4 പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ. ലാത്തി ചുഴറ്റിക്കൊണ്ട് അവർ പുറത്തേക്ക് കുതിച്ചിറങ്ങി. അവളാടാ അമ്പലക്കുളം അശുദ്ധമാക്കിയത്. വിടരുത്, തീർത്തേരി. ആൾക്കാർക്കിടയിൽ നിന്നൊരു ഗർജനം. ജ്വാല അങ്ങോട്ട് നോക്കി. ഒരാൾ താഴേക്ക് കുനിയുന്നത് കണ്ടു. മറുതമാധവനാണോ? ഡോർ വലിച്ചു തുറന്ന് അവൾ പുറത്തേക്ക് ചാടി. ഗുണ്ടകൾക്ക് നടുവിലേക്ക്. പിന്നീട് തീപാറുന്ന അടിയായിരുന്നു. എന്നിട്ടും അത്രയും പേരോട് പിടിച്ചു നിൽക്കാൻ അവൾക്കും പോലീസുകാർക്കും കഴിഞ്ഞില്ല. തങ്ങളെ ഇവർ കൊല്ലുമെന്ന് അവൾക്കുറപ്പായി. കുറുവടി കൊണ്ടുള്ള അടിയേറ്റ് ഡ്രൈവറിൽ നിന്നും ഹൃദയം പിളരുന്നത് പോലെയുള്ള ഒരു നിലവിളി കേട്ട് ജ്വാല അങ്ങോട്ട് നോക്കി. അയാളുടെ തല പിളർന്ന് ചോര ചീറ്റുന്നു. ഞൊടിയിടയിൽ അവൾ റിവോൾവർ വലിച്ചെടുത്ത് ആകാശത്തേക്ക് നിറയൊഴിച്ചു. വെടിയൊച്ച അവിടെ പ്രതിധ്വനിച്ചു. അടിക്കാൻ കുറുവടികൾ ഉയർത്തിയവർ പെട്ടെന്ന് നിന്നു. മര്യാദയ്ക്ക് പിരിഞ്ഞു പോയില്ലെങ്കിൽ ഇനിയുള്ള ബുള്ളറ്റുകൾ നിന്റെയൊക്കെ മാറിടങ്ങൾ പിളർത്തും. ജ്വാലയുടെ ശബ്ദത്തിന് കല്ലിനെ പിളർക്കാനുള്ള ശക്തിയുണ്ടെന്ന് അവർക്ക് തോന്നി. കുറുവടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഗുണ്ടകൾ മുഖാമുഖം നോക്കി. ഈ നേരത്ത് ഒരു ടൊയോട്ട കാർ ചീറി വന്ന് തെല്ലകലെ ബ്രേക്കിട്ടു. പിന്നാലെ 100 കണക്കിന് ഓട്ടോറിക്ഷകൾ. അവയിൽ നിറയെ ആൾക്കാരായിരുന്നു. അവർ ആരവത്തോടെയാണ് കുതിച്ചിറങ്ങി വന്നത്. ആർക്കടാ ഞങ്ങളുടെ ജ്വാല സാറിനെ തല്ലേണ്ടത്? ഗുണ്ടകൾ വിളറിപ്പോയി. ഇങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ലല്ലോ. ജ്വാല നോക്കി നിൽക്കെ ഓട്ടോ ഡ്രൈവർമാരും ജനങ്ങളും ഗുണ്ടകളെ പൊതിഞ്ഞു നിന്ന് തല്ലി. മിനിറ്റുകൾക്കുള്ളിൽ ഗുണ്ടകൾ ഓടിമറഞ്ഞു. ടൊയോട്ടോ കാർ ഉടനെ അകന്നുപോയി. ആൾക്കാർ ജ്വാലയ്ക്ക് ചുറ്റും നിരന്നു. അവരിൽ പലരും തലേന്ന് ക്ഷേത്രക്കുളത്തിനരികിൽ ഉണ്ടായിരുന്നവരാണെന്ന് ജ്വാല കണ്ടു. ജ്വാല സാറ് ധൈര്യമായിട്ടിരുന്നു. എന്തിനും ഞങ്ങളുണ്ട് കൂടെ, അവർ വിളിച്ചു പറഞ്ഞു. ജ്വാല സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തനിക്കിത്രയും ജനപിന്തുണയോ വിശ്വസിക്കാനാവുന്നില്ല. എന്നാൽ വർഷങ്ങളായി RK വർമ്മയും അയാളുടെ ഉപജാപകരായി മാറിയ പോലീസുകാരും നഗരത്തെ ഒരു മാറാവ്യാധി പോലെ പിടികൂടിയിരിക്കുകയായിരുന്നു. പ്രതിഷേധിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ പിന്നീടൊരിക്കലും അവനിൽ അങ്ങനെയൊരു വികാരം ഉണ്ടാവാൻ വർമ്മ സമ്മതിക്കുമായിരുന്നില്ല. മിക്കവാറും കള്ളക്കേസുകളിൽ കുടുക്കിയാവും പത്തിയൊടിക്കുക. അവർക്ക് വേണ്ടി നീതിയുടെ മാർഗത്തിൽ ചരിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. വർമ്മയ്ക്കെതിരെ കൊടുങ്കാറ്റായി ആദ്യം സൂര്യൻ വന്നു. അധികകാലം പ്രകാശം ചൊരിഞ്ഞില്ല. തൊട്ടു പിന്നാലെ വന്ന ജ്വാല ജനങ്ങളുടെ കാര്യത്തിൽ നീതിപൂർവം നിൽക്കുമെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ആ മനസ്സിലാക്കലിന്റെ പ്രതികരണമായിരുന്നു ഇത്. ഇവന്മാര് ഗുണ്ടകളായിരുന്നു സാറേ. ഇവിടെങ്ങും ഉള്ളവര് പോലുമല്ല.
ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. ആരോ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. ജ്വാല തലകുലുക്കി. എനിക്കുമറിയാം. പോലീസ് ഡ്രൈവറെ രണ്ടുപേർ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അയാളുടെ തലയിൽ നിന്ന് അപ്പോഴും ചോര ഒലിച്ചിറങ്ങുന്നുണ്ട്. ഒരാൾ ഒരു തുവർത്തുകൊണ്ട് അയാളുടെ മുറിവ് വരിഞ്ഞു കെട്ടി. സുമോയിൽ പോക്ക് നടക്കില്ല. ഒരു ഓട്ടോയിൽ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ, ജ്വാല നിർദ്ദേശിച്ചു. ശരി സാർ, ജനങ്ങൾ സന്തോഷപൂർവ്വം പറഞ്ഞു. ഒരാൾ വേഗം ഓട്ടോ കൊണ്ടുവന്നു. ഡ്രൈവറെ അതിൽ കയറ്റി. ജ്വാല ജീപ്പിനരികിൽ നിന്നിരുന്ന പോലീസുകാരെ നോക്കി. നിങ്ങളിൽ ഒരാൾ കൂടി പോകൂ. ഒരു കോൺസ്റ്റബിൾ കൂടി ഓട്ടോയിൽ കയറി. ഓട്ടോ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോഴാണ് സുമയ്ക്കുള്ളിലേക്ക് നോക്കിയിട്ട് ഒരു കോൺസ്റ്റബിൾ നിലവിളിക്കും പോലെ വിളിച്ചു പറഞ്ഞത്, സാർ, അവന്മാർ രക്ഷപ്പെട്ടു. ജ്വാല സുമയ്ക്ക് പിന്നിൽ കുതിച്ചെത്തി. അതിനുൾഭാഗം ശൂന്യമായിരുന്നു. കോടതിയിൽ ഹാജരാക്കേണ്ട പ്രതികൾ രക്ഷപ്പെട്ടിരിക്കുന്നു. നിരാശയും കോപവും ഒന്നിച്ചുണ്ടായി ജ്വാലയ്ക്ക്. സംഘട്ടനത്തിനിടയിൽ രക്ഷപ്പെട്ടതാണ് പ്രതികൾ. അവരെ രക്ഷപ്പെടുത്തിയത് വർമ്മയാണെന്ന കാര്യത്തിൽ അവൾക്ക് തെല്ലും സംശയമുണ്ടായിരുന്നില്ല. തന്നെ സഹായിക്കാനെത്തിയ നാട്ടുകാരോട് നീതിയും സത്യവുമുള്ള ഏത് കാര്യത്തിനും തന്റെ സഹകരണം പ്രതീക്ഷിക്കാമെന്ന് ഉറപ്പു കൊടുത്തിട്ട് ജ്വാല ഒരു ഓട്ടോയിൽ തന്നെ തന്റെ ഓഫീസിലേക്ക് മടങ്ങി. കോൺസ്റ്റബിൾസിനെ സുമോയ്ക്കരികിൽ നിർത്തി. ഓഫീസിലെത്തി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഫോൺ ശബ്ദിച്ചു. അവൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് SP ആയിരുന്നു. ജ്വാല, കോടതിയിലേക്ക് പോകും വഴി എന്തോ പ്രശ്നമുണ്ടായി എന്നെനിക്ക് മെസ്സേജ് കിട്ടി. വാട്ട് ഈസ് ദ മാറ്റർ? സോറി, റോങ് നമ്പർ എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ ശബ്ദിച്ചു. അവൾ റിസീവർ എടുത്ത് താഴ്ത്തി വെച്ചു. ഹലോ ഹലോ, SP ചിദംബരത്തിന്റെ ശബ്ദം. അവൾ പൊടുന്നനെ ബസർ എടുത്ത് റിസീവറിനരികിൽ വെച്ച് വിരൽ അമർത്തി. ആ ശബ്ദം SP സാറിന്റെ കാതിൽ പുളഞ്ഞിറങ്ങട്ടെ. ബസറിന്റെ ശബ്ദം കേട്ട് ഒരു കോൺസ്റ്റബിൾ വേഗം വന്നു. അവൾ പൊയ്ക്കൊള്ളാൻ കൈ കാണിച്ചു. പിന്നെ ബസറിൽ നിന്ന് വിരൽ പിൻവലിച്ചിട്ട് റിസീവർ എടുത്ത് കാതോട് ചേർത്തു. അപ്പുറത്ത് ഫോൺ കട്ട് ചെയ്തിരുന്നു. ജ്വാല ഒരു ജീപ്പ് കൊണ്ടുവരാൻ ഇന്റർകോം വഴി നിർദ്ദേശം നൽകി. ആശുപത്രിയിൽ പോകണം, അവിടെയാണ് ഏറെ ജോലികൾ. അതിനിടെ ഒരു SIയെ സുമോയുടെ കാര്യം ഏൽപ്പിക്കുകയും ചെയ്തു. ആ നേരത്ത് RK വർമ്മ ഇസ്രയേൽ ബാബുവിന്റെയും മർദ്ദമാധവന്റെ നേർക്ക് രോഷത്തോടെ സംസാരിക്കുകയായിരുന്നു. ആ പട്ടിച്ചിക്ക് ആവശ്യത്തിനുള്ള മരുന്ന് കൊടുത്തിട്ടേ മടങ്ങാവൂ എന്ന് ഞാൻ പറഞ്ഞതല്ലേടാ. എല്ലാം നമ്മൾ കരുതും പോലെ തന്നെ നടന്നേനെ. പക്ഷേ അത്രയും നാട്ടുകാർ വന്നപ്പോൾ വർമ്മ അസ്വസ്ഥതയോടെ മൂക്കിൽ പൊടിയെടുത്ത് വലിച്ചു. ഈ പട്ടണത്തിലെ നായ്ക്കൾക്ക് എന്റെ ശത്രുവിനെ സഹായിക്കാനുള്ള ധൈര്യമോ? അതാണിപ്പോഴും വർമ്മയ്ക്ക് മനസ്സിലാകാത്തത്. ആരെങ്കിലും ഇടയ്ക്ക് നിന്ന് കളിച്ചിട്ടുണ്ടാവണം. അല്ലാതെ പ്രതികരിക്കാൻ പറ്റിയ ബുദ്ധിയൊന്നും ജനങ്ങളെന്ന് പറയുന്ന കഴുതകൾക്കില്ല. ബാബുവോ മാധവനോ മിണ്ടിയില്ല. ആട്ടെ, എല്ലാ അവന്മാർക്കും വേണ്ടി എത്ര തൊലച്ചു? 5000 ചെലവും. വർമ്മയുടെ മുഖത്ത് പുച്ഛം. മറ്റവരെന്തിയെ? ലോറിക്കാര് ഒളിപ്പിച്ചു. ഈ രാത്രി തന്നെ അവരെ ഈ നാട്ടിൽ നിന്ന് മാറ്റിയേര്. ശരി സാബ്. വർമ്മയുടെ മനസ്സിൽ ഒരു കടൽ ഇരമ്പുകയായിരുന്നു. എല്ലാം ഭദ്രമെന്ന് കരുതിയിട്ടും പാളി. ആ നായിന്റെ മോൾ ജയിച്ചു. ജ്വാല IPS അപ്പോൾ സിറ്റി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ആദ്യം പോലീസ് ഡ്രൈവറെ കണ്ടു. അയാളുടെ ശിരസിൽ 5 സ്റ്റിച്ചുകളുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഓട്ടോക്കാരിൽ ചിലരും ഏതാനും നാട്ടുകാരും അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവസാനം ജ്വാലയോട് പറഞ്ഞിട്ടാണവർ മടങ്ങിയത്. SI മോഹനൻ അവിടെ എത്തി സല്യൂട്ട് ചെയ്തു. മുഹമ്മദ് ഉണർന്നോ? ഉണർന്നായിരുന്നു. മുറിവുകൾ ഡ്രസ് ചെയ്തപ്പോൾ വല്ലാത്ത വേദന. അതുകൊണ്ട് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിരിക്കുകയാണ് ഡോക്ടർ. അയാൾ എന്തെങ്കിലും പറഞ്ഞോ? സാറിനെ തിരക്കി. ജ്വാലയുടെ ഹൃദയം പിടച്ചു. സൂര്യൻ IPSനെ കുറിച്ചുള്ള വിവരങ്ങൾ തരാൻ വേണ്ടിയായിരിക്കും. ഇന്ന് ഏതായാലും അതറിഞ്ഞേ പറ്റൂ. മോഹൻ, കമോൺ. ജ്വാല നടന്നു. അയാൾ പിന്നാലെയും. തലേന്ന് കുളത്തിൽ വെച്ച് ജ്വാലയ്ക്ക് വെടിവെക്കേണ്ടി വന്ന യുവാവിന്റെ മുറിയിൽ അവരെത്തി. അവനപ്പോൾ ഉണർന്ന് കിടക്കുകയായിരുന്നു. ജ്വാലയെ കണ്ടപ്പോൾ വല്ലാതെ ഒന്ന് ഞെട്ടി. അവന്റെ അരികിൽ കിടക്കയിലിരുന്ന പ്രായമുള്ള പുരുഷനും സ്ത്രീയും പെട്ടെന്ന് എണീറ്റു ജ്വാലയെ തൊഴുതു. ഈ നേരത്ത് ഡോക്ടറും അവിടേക്ക് വന്നു. ഡോക്ടർ, എനിക്കിവനോട് ഇനി സംസാരിക്കാമല്ലോ? ജ്വാല തിരക്കി. ഓഫ് കോഴ്സ്. ഡോക്ടർ ചിരിച്ചു. ബട്ട് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. ജ്വാല വേഗം പുറത്തേക്ക് നടന്നു. ഡോക്ടറും. ഇടനാഴിയിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, എന്റെ ഊഹം ശരിയായിരുന്നു. ഇവൻ മയക്കുമരുന്നിന് അടിമയാണ്. പലതരം ഡ്രഗ്സാണ് ഉപയോഗിക്കുന്നത്. ഇന്നലെ അതൊക്കെ കാട്ടിക്കൂട്ടിയതും അതിന്റെ പിൻബലത്തിൽ. ജ്വാല അമ്പരന്നു പോയി. ഇത്തരം ഒരു വാർത്ത അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല.
ആ യുവാവ് അബ്നോർമൽ ആയിരിക്കുമെന്നാണ് കഴിഞ്ഞ നിമിഷം വരെ അവൾ കരുതിയിരുന്നത്. താങ്ക് യു ഡോക്ടർ. കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതിലും അപ്പുറത്തേക്ക് കടക്കുമെന്ന് തോന്നുന്നു. ഡോക്ടർ ചിരിച്ചു. ഓക്കെ, കാണാം. അയാൾ തിരിച്ചുപോയി. ജ്വാല വീണ്ടും ആ യുവാവിന്റെ മുറിയിലെത്തി. മുറിയിലുണ്ടായിരുന്ന പ്രായമുള്ളവരെ നോക്കി. നിങ്ങളാരാ? ഇവന്റെ അച്ഛനും അമ്മയുമാ സാറേ. അവൾ തലകുലുക്കി. മകൻ ചെയ്ത ധീരകൃത്യം അറിഞ്ഞല്ലോ? അറിഞ്ഞു സാറേ. എന്നാൽ ഇവനൊരു പാവമാ സാറേ. ഇത്രയും പ്രായത്തിനിടയിൽ ഇന്ന് വരെ ഇങ്ങനെയുള്ള യാതൊന്നും ഇവൻ കാണിച്ചിട്ടില്ല. കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റാരും കണ്ടിട്ടില്ലായിരിക്കും. അല്ല സാറേ, സത്യമാ ഞങ്ങൾ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞു. ഓ, അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം രണ്ടുപേരും പുറത്തേക്കൊന്നിറങ്ങി നിൽക്കണം. എനിക്ക് ഇവനോട് മാത്രമായി ചിലത് സംസാരിക്കാനുണ്ട്. ഇനി ഇവനെ തല്ലല്ലേ സാറേ, അമ്മയുടെ വക. ജ്വാല ആ സ്ത്രീയെ തുറച്ചു നോക്കി. അതോടെ അവരുടെ തല കുനിഞ്ഞു. രണ്ടുപേരും പുറത്തേക്കിറങ്ങിയ ഉടനെ അവൾ വാതിലടച്ച് ബോൾട്ട് ചെയ്തു. യുവാവിന്റെ മുഖം ഭീതിയാൽ വിളറി. അവന്റെ മുഖത്ത് തന്നെ ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ട് ജ്വാല മുന്നോട്ട് നീങ്ങി. അവന് പരിഭ്രമമേറി. എന്താടാ നിന്റെ പേര്? കെയിൻ ബെഡിലേക്ക് ഊന്നിക്കൊണ്ട് അവൾ തിരക്കി. വിമൽ. അവന്റെ ശബ്ദത്തിന് വിറയലുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നതിനൊക്കെ സത്യസന്ധമായ മറുപടിയാണ് നീ തരുന്നതെങ്കിൽ ഭേദ്യം ചെയ്യലൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നീ ഏത് അവസ്ഥയിലാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല. ഞാൻ സത്യം പറയാം. അതിനു മുമ്പ് ഒന്ന് ചോദിക്കട്ടെ, നീ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? തലയിൽ ഒരു സർപ്പം കൊത്തിയാൽ അവൻ ഇത്രയും നടുങ്ങുകയില്ലായിരുന്നു. പറയടാ. അവന് മിണ്ടാൻ കഴിഞ്ഞില്ല. നീ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയിപ്പിക്കേണ്ടി വരും. അത് പക്ഷേ നിനക്കത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് പറഞ്ഞോ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതൽ. മിടുക്കൻ. ആട്ടെ, നിന്റെ മാതാപിതാക്കൾക്ക് ഇതറിയുമോ? ഇല്ല സാറേ. അറിഞ്ഞാൽ അവര് ചങ്കുപൊട്ടി മരിക്കും. മരിക്കട്ടെ, അതിന് നിനക്കെന്താ? അവരോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? സാറ് എന്നെ രക്ഷിക്കണം. ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയതാണ്. അത് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ലല്ലോ. പിന്നെ എല്ലാം നീ തുറന്നു പറയൂ. എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കാം. നിറഞ്ഞ കണ്ണുകളോടെ പതറിയ ശബ്ദത്തിൽ അവൻ പറഞ്ഞു തുടങ്ങി. ക്ഷേത്രക്കുളത്തിൽ അങ്ങനെയൊരു സീൻ സൃഷ്ടിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല. പക്ഷേ ഇന്നലത്തെ മരുന്നിന്റെ ലഹരിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എവിടെ നിന്നാണ് നിനക്ക് മയക്കുമരുന്ന് കിട്ടുന്നത്? അവനൊന്ന് മടിച്ചു. ജ്വാല കെയിൻ ഉയർത്തി. പറയടാ. കോളേജിൽ നിന്നാ. അവന്റെ നാവ് ചലിച്ചു. ആരാണ് അവിടെ ഇത് വിൽക്കുന്നത്? എങ്ങനെയാ നിങ്ങൾക്കിത് കിട്ടുന്നത്? എല്ലാം പറഞ്ഞോ വേഗം. സാർ, ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിച്ചൂന്ന് വരില്ല. അത് പറഞ്ഞു നോക്ക്. അത് കഴിഞ്ഞല്ലേ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. പുറത്തു പറഞ്ഞാൽ അവരെന്നെ കൊല്ലും. ഇല്ലടാ, ഞാനിവിടെ ഇല്ലേ. നിനക്ക് ഒന്നും വരില്ല. എന്നിട്ടും അവൻ മടിച്ചു. എങ്കിൽ കൊലപാതക ശ്രമത്തിന്റെ കൂടെ ഒരു മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് കൂടി നിന്റെ പേരിൽ കേസെടുക്കാൻ പോകുകയാണ് ഞാൻ. അയ്യോ, ഇന്നേ വരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സാറേ. എങ്കിൽ വേഗം പറ, ആരാ വിൽക്കുന്നത്? അത് സനലാണ് സാർ, RK വർമ്മയുടെ മോൻ. ജ്വാലയുടെ നെറ്റി ചുളിഞ്ഞു. പുരികങ്ങൾ കൂട്ടിമുട്ടി. കണ്ണുകൾ കുറുകി. കീഴ്ചുണ്ട് പല്ലുകൾക്കിടയിൽ അമർത്തിക്കൊണ്ടവൾ കെയിനിൽ മുറുകെ പിടിച്ചു. എങ്ങനെയാണവർ സാധനം വിതരണം ചെയ്യുന്നത്? കോളേജിൽ അവന്റെ ഒരു ഗ്യാങ് ഉണ്ട്. അവരാണ് എല്ലാം നോക്കുന്നത്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ അവരത് കൊടുക്കും. കോളേജിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഡ്രഗ് അഡിക്റ്റുകളാണ്. ആരും ഇന്ന് വരെ പ്രിൻസിപ്പലിനോട് പരാതിപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. പക്ഷേ RK വർമ്മയുടെ മകനെതിരെ ആക്ഷൻ എടുക്കാൻ അദ്ദേഹം ഒരുക്കമല്ല. ജ്വാല ശിരസിളക്കി. ഈ വിവരങ്ങളൊക്കെ നിനക്ക് കോടതിയിൽ പറയാമോ? എങ്കിൽ നിന്നെ മാപ്പസാക്ഷിയാക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാം. എവിടെ വേണമെങ്കിലും ഞാൻ പറയാം സാർ. എന്നെ രക്ഷിച്ചാൽ മതി. ഓക്കെ. ജ്വാല പിന്തിരിഞ്ഞു. അന്ന് ഉച്ച കഴിഞ്ഞ നേരം സനലും ഒരു കൂട്ടുകാരനും കൂടി ബൈക്കിൽ വരികയായിരുന്നു. പൊടുന്നനെയാണ് ഒരു പോലീസ് ജീപ്പ് വെട്ടിത്തിരിഞ്ഞു വന്ന് ബൈക്കിന് വിലങ്ങനെ ബ്രേക്കിട്ടത്. സനൽ ബ്രേക്ക് അമർത്തി. പോലീസല്ല, ആരായാലെന്താ? തോന്നിയാസമാണോ കാണിക്കുന്നത്? അപ്പോഴേക്കും ജ്വാല ജീപ്പിൽ നിന്നിറങ്ങിയിരുന്നു. അവളെ കണ്ടതോടെ അവനൊന്ന് പരുങ്ങി. ഇങ്ങോട്ടിറങ്ങി വന്നേടാ. എന്തിനാ? പറയാം, വാടാ. ദേ, പോലീസിന്റെ വരട്ടൊന്നും എന്നോട് വേണ്ട. അപ്പോഴേക്കും ജ്വാല കൈനീട്ടി ബൈക്ക് ഓഫ് ചെയ്തു. പിന്നെ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വലിച്ചിറക്കി. പിന്നിൽ ഇരുന്നവൻ ഇറങ്ങിയോടി. ബൈക്ക് റോഡിൽ വീണു. അവൻ കുതറി, എന്നെ വിടാൻ.
ജ്വാല ഒരടി കൊടുത്ത് അവനെ ജീപ്പിലേക്ക് തള്ളി. പിന്നെ അവളും കയറി. ജീപ്പ് പാഞ്ഞുപോയി. അധ്യായം 2. സനലിന്റെ ബൈക്കിന് പിന്നിൽ നിന്ന് ഇറങ്ങി ഓടിയവൻ കുറച്ചകലെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ സനലിനെയും കൊണ്ട് പോലീസ് ജീപ്പ് അകന്നു പോകുന്നതാണ് കണ്ടത്. അതിൽ നിന്ന് സനലിന്റെ നിലവിളി ഉയരുന്നുണ്ടോ? അവൻ അങ്ങനെ തോന്നി. എന്തു വേണമെന്നറിയാതെ അവൻ നിന്നു. ബൈക്ക് അനാഥമായി റോഡിൽ കിടക്കുകയാണ്. അങ്ങിങ്ങു നിന്നായി ചിലർ അങ്ങോട്ട് വരുന്നത് കണ്ടു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും. അവൻ അടുത്തുള്ള ഒരു STD ബൂത്തിൽ കയറി RK വർമ്മയ്ക്ക് ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു. വാട്ട്? അമ്പരപ്പിന്റേതായ ഒരു ശബ്ദം വർമ്മയിൽ നിന്നുണ്ടായി. നീ സത്യമാണോ പറയുന്നത്? അതെ അങ്കിൾ, ഇപ്പോഴങ്ങോട്ട് കൊണ്ടുപോയതേയുള്ളൂ. ശരി, ഞാൻ നോക്കിക്കോളാം. വർമ്മ ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇസ്രയേൽ ബാബുവിനെയും മർദ്ദമാധവനെയും നോക്കി. എടാ, എന്റെ സനൽ മോനെ ആ പട്ടിച്ചി പിടിച്ചോണ്ട് പോയി. ഗുണ്ടകൾ രണ്ടും ഒപ്പം കിടുങ്ങി. ആ ലോറി ഡ്രൈവർമാരെ രക്ഷപ്പെടുത്തിയതിന്റെ വാശിയായിരിക്കും അവൾക്ക്. അത് ശരിയാണെന്ന് അവർക്കും തോന്നി. ഇനി എന്തു ചെയ്യും സാബ്? മാധവനാണ് തിരക്കിയത്. പോയി അവളെ കൊന്നേച്ച് വാടാ. കേസ് എന്തു വന്നാലും ഞാൻ ഏറ്റടാ. കൊല്ലാൻ ഇനിയും സമയമുണ്ട് സാബ്. ബാബു സന്ദർഭത്തിനൊത്ത് ഉയർന്നു. ആദ്യം സനൽ കുഞ്ഞിനെ രക്ഷിക്കുകയാണ് വേണ്ടത്. അത് ശരിയാണെന്ന് വർമ്മയ്ക്കും അറിയാം. ഉടനെ അയാൾ SP ചിദംബരത്തെ വിളിച്ചു. എടോ, ആ കഴിവേറി മോള് എന്റെ സനലിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ജ്വാലയോ? അല്ല, തന്റെ അമ്മാവി അമ്മ. എന്താ അവന്റെ പേരിലുള്ള ചാർജ്? തേങ്ങാക്കൊല. താൻ തന്നെ അത് അവളോട് ചോദിക്കടോ. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. എന്റെ കുഞ്ഞിന്റെ മേൽ ഒരടി വീണാനുണ്ടല്ലോ, വെച്ചേക്കില്ല ഞാൻ ഒന്നിനെയും, താൻ ഉൾപ്പെടെ. ഇങ്ങനെ ധൃതി പിടിക്കാതെ വർമ്മേ. ഞാൻ സനലിനെ പുറത്തു കൊണ്ടുവരാം, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് പോലെ തന്നെ. അങ്ങനെ വർമ്മയ്ക്ക് ഉറപ്പു കൊടുക്കുമ്പോഴും ജ്വാലയിൽ നിന്ന് എങ്ങനെ അവനെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നതായിരുന്നു ചിദംബരത്തിന്റെ ചിന്ത. അവളിപ്പോൾ സനലിനെ കൊല്ലാക്കൊല ചെയ്യുകയില്ലെന്ന് ആര് കണ്ടു? പക്ഷേ ചിദംബരം ചിന്തിച്ചത്രയും കാര്യങ്ങൾ പുരോഗമിച്ചിരുന്നില്ല. ASP ഓഫീസിന് മുന്നിൽ വന്നു നിന്ന ജീപ്പിൽ നിന്ന് ജ്വാല അപ്പോൾ സനലിനെ പുറത്തേക്ക് വലിച്ചിറക്കുകയായിരുന്നു. എടി, RK വർമ്മയുടെ മകനെയാണ് നീ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കണം. പോരെങ്കിൽ കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റാണ് ഞാൻ. തൊട്ടാൽ പൊള്ളുമേ. ASP അല്ല, ഏത് കോപ്പായാൽ എനിക്ക് പുല്ല്. കോളേജ് മുഴുവൻ ഇളകി വരും, മലവെള്ളം പോലെ. നിനക്ക് തടുക്കാനാവില്ല. നാവടയ്ക്കടാ സ്കൗണ്ട്രൽ. ജ്വാല അവന്റെ കവളിൽ കുത്തിപ്പിടിച്ചു. ഒരു ഉരുക്ക് ക്ലിപ്പ് കവളിൽ മുറുകുന്നത് പോലെയാണ് അവന് തോന്നിയത്. അറിയാതെ വായി തുറന്നുപോയി. നീ എന്താടാ വിളിച്ചത്? നിന്റെ അപ്പനെ വിളിക്കുന്നത് പോലെയോ? ജ്വാല അവനെ ജീപ്പിലേക്ക് അമർത്തി. പിന്നെ കാൽമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഒറ്റയടിയായിരുന്നു. അമ്മേ! കവളിൽ അവൾ കുത്തിപ്പിടിച്ചിരിക്കുന്നത് കാരണം പുറത്തു വന്ന ശബ്ദം എന്താണെന്ന് വ്യക്തമാകുമായിരുന്നില്ല. കണ്ടു നിന്നിരുന്ന പാറാവുകാരൻ പോലും പകച്ചുപോയി. മൂത്രം അറിയാതെ വീണുപോയെന്ന് സനലിന് തോന്നി. RK വർമ്മയുടെ മോനെന്താടാ, ഒരു കാല് കൂടുതലുണ്ടോ? അവൾ അവനെ അകത്തേക്ക് കൊണ്ടുപോയി. ഉടൻ ഫോൺ ശബ്ദിച്ചു. ഓ, നിന്നെ അറസ്റ്റ് ചെയ്തത് അറിയേണ്ടവർ അറിഞ്ഞടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ റിസീവർ എടുത്തു. ജ്വാലയല്ലേ? അപ്പുറത്തുനിന്ന് SP ചിദംബരത്തിന്റെ ശബ്ദം. ജ്വാലയോ? അവൾ ശബ്ദം തെല്ലുമാറ്റി. ഇത് റേഷൻ കടയാ. ജ്വാല പോയിട്ട് മണ്ണെണ്ണ പോലും ഇവിടെയില്ല. അവൾ ഫോൺ വെച്ചു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ റിസീവർ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. കുറച്ചുനേരം എനിക്ക് ആരോടും സംസാരിക്കാൻ നേരമില്ല. പൊടുന്നനെ DYSP ലക്ഷ്മണൻ കടന്നു വന്നു. സനൽ അവിടെ നിൽക്കുന്നത് കണ്ട് അയാൾ അമ്പരന്നു. എന്താ സനൽ? അങ്കിൾ, ഇവരെന്നെ. അവൻ കരഞ്ഞുപോയി. വാട്ട്സ് ദിസ് ജ്വാല? ഈ സനൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെക്കാൾ നന്നായിട്ട്. അവൾ മേശയുടെ ഒരു മൂലയിലേക്ക് പകുതി കയറിയിരുന്നു. ആട്ടെ, ലക്ഷ്മണൻ സാറെന്താ ഈ വഴിക്ക്? അവൾ പരിഹസിക്കുകയാണെന്നറിഞ്ഞിട്ടും അയാൾ പറഞ്ഞു. ചിദംബരം സാർ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വരാൻ. സാറ് ഫോൺ ചെയ്തിട്ട് ലൈൻ കിട്ടുന്നില്ല. എങ്ങനെ കിട്ടാനാ? ഞാൻ റിസീവർ എടുത്ത് താഴ്ത്തി വെച്ചിരിക്കുകയല്ലേ. കാരണം ചിലരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ അറിയാതെ എന്റെ നിയന്ത്രണം വിട്ടുപോകും. എന്തിനാ സനലിനെ അറസ്റ്റ് ചെയ്തത്? പറയാറായിട്ടില്ല. തൽക്കാലം എനിക്കങ്ങനെ തോന്നി. എങ്കിൽ എത്രയും വേഗം ഇവനെ വിട്ടയക്കണം. ഐ സി. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം. തൽക്കാലം ലക്ഷ്മണൻ സാറ് പോയാട്ടെ. ജ്വാലെ, സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ജ്വാല പെട്ടെന്ന് ഗൗരവത്തിലായി. മിസ്റ്റർ ലക്ഷ്മണൻ, ഞാൻ അറസ്റ്റ് ചെയ്തവനെ എന്തെടുക്കണമെന്ന് എനിക്കറിയാം. അതിന് മറ്റൊരാളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. എങ്കിൽ ഞാനുമെന്ന് പറയാം. എന്തുണ്ടായാലും തനിയെ അനുഭവിച്ചു കൊള്ളണം.
ശരി. ലക്ഷ്മണൻ രോഷത്തോടെ ഇറങ്ങിപ്പോയി. ജ്വാല സനലിനെ നോക്കി. അവൾ അവന്റെ അരികിലേക്ക് നീങ്ങി. വർമ്മയുടെ മകനായതുകൊണ്ട് നിനക്ക് ഞാനൊരു ഫേവർ അനുവദിക്കാം. എന്റെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ തന്നു കഴിഞ്ഞാൽ പിന്നീട് ഭേദ്യം ചെയ്യൽ ഉണ്ടാവില്ല. അവന്റെ നെറ്റി ചുളിഞ്ഞു. വാക്കുകളിൽ വെടിമരുന്ന് കണക്കെ പതിയിരിക്കുന്ന അപകടത്തെ അവൻ തിരിച്ചറിഞ്ഞു. ജ്വാല കെയിൻ കൊണ്ട് അവന്റെ താടിയിൽ പതിയെ മുട്ടിച്ചു. മുഖം നേരെയാക്കിയിട്ട് ആ കണ്ണുകളിലേക്ക് ദൃഷ്ടികൾ ഊന്നിക്കൊണ്ട് തിരക്കി. നിനക്കെവിടെ നിന്നാണ് മയക്കുമരുന്ന് കിട്ടുന്നത്? നിന്റെ അപ്പന്റെ ബിസിനസ്സാണോ, അതോ നീ സ്വന്തമായി നടത്തുന്നതോ? തലയിൽ ഒരു വെടിയുണ്ട തുളഞ്ഞിറങ്ങിയതുപോലെ പിടഞ്ഞുപോയി അവൻ. ഒരിക്കലും ഇങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉത്തരം നൽകുവാനും വൈകി. നിന്റെ നാവിറങ്ങിപ്പോയോടാ? അല്ല, ഞാനതിന് മയക്കുമരുന്ന് പൂർത്തിയാക്കാൻ ജ്വാല സമ്മതിച്ചില്ല. നോ, നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് നീ മനസ്സിൽ പോലും വിചാരിക്കല്ലേ. വിമൽ എന്നോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി രക്ഷയില്ലെന്ന് സനലിന് ഉറപ്പായി. നീരാളിപ്പിടുത്തത്തിലാണ് താൻ. അവനെന്തോ പറയാൻ ഭാവിക്കുമ്പോൾ പുറത്ത് ആസുരവേഗത്തിൽ വന്ന ചില വാഹനങ്ങൾ ബ്രേക്കിടുന്ന ശബ്ദം കേട്ടു. ജ്വാലയുടെ പുരികങ്ങൾ കൂട്ടിമുട്ടി. അകത്തേക്ക് ധൃതിയിൽ വരുന്ന കാലൊച്ചകൾ. ഹാഫ് ഡോർ തള്ളി തുറന്ന് ആദ്യം അകത്തേക്ക് വന്നത് SP ചിദംബരമാണ്. അതിന് തൊട്ടു പിന്നാലെ RK വർമ്മയും. ജ്വാലയെ കടന്നു വന്നത് ഫോണിനു നേരെ ഒന്ന് നോക്കിയിട്ട് ചിദംബരം ശബ്ദമുയർത്തി. റിസീവർ താഴ്ത്തി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ആരുടെയും ശല്യം തൽക്കാലം ഉണ്ടാകാതിരിക്കാൻ. അവൾ അറ്റൻഷനായി കഴിഞ്ഞിട്ട് പറഞ്ഞു. നേരത്തെ ഞാൻ വിളിച്ചപ്പോൾ റോങ് നമ്പരാണെന്നും റേഷൻ കടയാണെന്നും പറഞ്ഞ് റിസീവർ വെച്ചത് നീ തന്നെയല്ലേ? യെസ് സാർ. അവൾ നേരിയ പുഞ്ചിരിയോടെ തിരക്കി. ഈ റോങ് നമ്പർ പറയുന്ന കാര്യത്തിൽ സാർ ഒട്ടും പിന്നിലല്ലോ. ചിദംബരത്തിന്റെ മുഖം ചുവന്നു. വാട്ട് യു മീൻ? കുറ്റവാളികളുമായി ഞാൻ കോടതിയിൽ പോകുമ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സാറിന്റെ നമ്പർ ഡയൽ ചെയ്തിരുന്നു. പക്ഷേ സാറ് റോങ് നമ്പർ എന്നാണ് പറഞ്ഞത്. എനിക്കതിൽ പരിഭവമില്ല. പക്ഷേ അതോടെ അങ്ങയെ മാതൃകയാക്കാൻ ഞാനും തീരുമാനിച്ചു. ചിദംബരം രോഷം കടിച്ചമർത്തി. മകന്റെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അവനെ ജ്വാല ഉപദ്രവിച്ചുവെന്ന് RK വർമ്മയ്ക്കുറപ്പായിരുന്നു. എന്നാൽ ജ്വാലയാകട്ടെ അയാളെ കണ്ടതായി പോലും ഭാവിച്ചില്ല. ചിദംബരം വിഷയത്തിലേക്ക് കടന്നു. എന്തിനാ സനലിനെ കസ്റ്റഡിയിലെടുത്തത്? മയക്കുമരുന്ന് വ്യാപാരവുമായി ഇവന് ബന്ധമുണ്ടായിട്ട് കോളേജിൽ മയക്കുമരുന്ന് വിതരണം നടത്തുന്നത് ഇവനാണ്. അങ്ങനെയുണ്ടെന്ന് പ്രിൻസിപ്പൽ പരാതിപ്പെട്ടോ? ചോദിച്ചത് വർമ്മയാണ്. തന്നോട് ഞാൻ സംസാരിച്ചില്ല. വർമ്മ വിളറി. അതേ ചോദ്യം ഞാനും ആവർത്തിക്കുന്നു. എവിടെ സനലിനെതിരെയുള്ള പരാതി? അവൾ ഒരു ഫയലെടുത്ത് SP കൊടുത്തു. ഇതാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഭ്രാന്തന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടും മൊഴിയുമല്ലേ? യെസ് സാർ. അതും നേരത്തെ പറഞ്ഞതുമായി എന്ത് ബന്ധം? ബന്ധമുണ്ട്. വിമൽ എന്ന ചെറുപ്പക്കാരൻ അത്രയൊക്കെ കാട്ടിക്കൂട്ടിയതിന് പിന്നിൽ ഇവൻ നൽകിയ മയക്കുമരുന്നായിരുന്നു. തെളിവുകൾ? ആദ്യത്തേത് വിമൽ തന്ന മൊഴി തന്നെ. ബാക്കി ഞാൻ ഉടനെ കണ്ടെത്തും. ചിദംബരവും RK വർമ്മയും മുഖാമുഖം നോക്കി. അപ്പോൾ ജ്വാലയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അവൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് SI മോഹനനായിരുന്നു. നടുക്കം കൊള്ളിക്കുന്ന ഒരു വാർത്തയായിരുന്നു അയാൾ ജ്വാലയുടെ കാതുകളിലേക്ക് പകർന്നത്. വിമൽ മരിച്ചു. ഒരു നിമിഷം എന്തു വേണമെന്നറിയാതെ തരിച്ചു നിന്നുപോയി ജ്വാല. അവസാനം യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടപ്പോൾ അവൾ ഫോൺ കീശയിൽ വെച്ചു. വിമൽ എങ്ങനെയാണ് മരിച്ചത്? മോഹനൻ വ്യക്തമായൊന്നും പറഞ്ഞുമില്ല. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ചിദംബരവും വർമ്മയും. എന്താ ജ്വാലെ? ആ ചെറുപ്പക്കാരൻ മരിച്ചു. അവളുടെ ശബ്ദം പതിഞ്ഞതായിരുന്നു. വർമ്മയുടെ മുഖത്ത് ചിരി പടരുന്നത് അവൾ കണ്ടു. സനൽ രക്ഷപ്പെടുകയാണ്. ഇനി ഏതു പരാതിയുടെ അടിസ്ഥാനത്തിൽ നീ എന്റെ മോനെ കസ്റ്റഡിയിൽ വയ്ക്കും? വർമ്മ വിജയഭാവത്തിൽ ചിരിച്ചു. ജ്വാല മിണ്ടിയില്ല. മിസ്റ്റർ വർമ്മയ്ക്ക് മകനെ കൊണ്ടുപോകാം. പറഞ്ഞത് ചിദംബരമാണ്. സനൽ മുന്നോട്ട് വന്നു. എന്റെ മേൽ വീണ ഓരോ അടിക്കും മറുപടി പറയിക്കും ഞാൻ. അവൻ ജ്വാലയോട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. യാതൊന്നും പറയാതെ ചിദംബരവും. പക്ഷേ വാതിൽക്കലെത്തിയ വർമ്മ തിരിഞ്ഞു നിന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ മരണത്തിന് ഉത്തരവാദി നീയാണ്. നീ വെടിവെച്ചു കൊന്നതാണവനെ. ജ്വാല ഒന്ന് ഞെട്ടി. അപ്പോൾ വർമ്മയുടെ ശബ്ദം പിന്തുടർന്നെത്തി. നിന്നെക്കൊണ്ട് ഇനി കണക്ക് പറയിക്കുന്നത് ഞാനാണ്. ഗെറ്റ് ഔട്ട് ബാസ്റ്റഡ്! ജ്വാല അലറി. വർമ്മ പോയി. ജ്വാല തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. ധൃതിയിൽ പുറത്തേക്ക്. ജീപ്പിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആകെ അസ്വസ്ഥയായിരുന്നു അവൾ. വിമൽ വെടിയേറ്റ് മരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അവൻ പൂർണ്ണമായും ആരോഗ്യവാനായി കഴിഞ്ഞില്ലെങ്കിലും 1% പോലും മരണസാധ്യതയില്ലായിരുന്നു. ജില്ലാ ഹോസ്പിറ്റൽ. ജ്വാല എത്തുമ്പോൾ SI മോഹനൻ കാത്തു നിൽക്കുകയായിരുന്നു. എങ്ങനെയാ മോഹന അവൻ മരിച്ചത്? അറിയില്ല സാർ. ഡോക്ടർ പോലും അമ്പരപ്പിലാണ്. ജ്വാല വേഗത്തിൽ വിമൽ കിടന്നിരുന്ന മുറിയിലേക്ക് പോയി. ഇടനാഴിയിൽ വല്ലാത്ത തിരക്കായിരുന്നു. വിമലിന്റെ മരണം അറിഞ്ഞ് തിക്കിത്തിരക്കുന്ന ജനങ്ങൾ. പത്രക്കാരുടെ ക്യാമറകൾ ധൃതിയിൽ മിന്നി.
ഈ പോലീസുകാരിയാ വെടിവെച്ചു കൊന്നത് ആരോ പറയുന്നു. ജ്വാല പക്ഷേ ഒന്നും ശ്രദ്ധിച്ചില്ല. മുറിയിൽ നിന്നും ഹൃദയം പിളരുന്ന നിലവിളി കേൾക്കാം. എന്റെ പൊന്നു മക്കളെ, വിമലിന്റെ മാതാപിതാക്കളാണ്. അവൾക്ക് വേണ്ടി വഴിയൊരുക്കാൻ പോലീസുകാർ നന്നേ പാടുപെട്ടു. ജ്വാല മുറിയിലെത്തി. എന്തിനാ സാറേ ഞങ്ങളുടെ പൊന്നുമോനെ കൊന്നത്? അവളെ കണ്ടതോടെ അവരുടെ നിലവിളി അങ്ങനെയായി. ജ്വാല ശരിക്കും പതറിപ്പോയിരുന്നു. ഒരു പക്ഷേ കുളത്തിൽ വെച്ച് തന്നെ അവൻ മരിച്ചിരുന്നെങ്കിൽ അവൾ ഇത്രയും പതറുമായിരുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ പോലീസ് എത്തി. രംഗം അവർ കൈയടക്കി. ജ്വാല ഡോക്ടറുമായി സംസാരിച്ചു. വെടികൊണ്ടല്ല അവൻ മരിക്കാൻ കാരണമെന്ന് ഡോക്ടർ തീർത്തു പറഞ്ഞു. SP ചിദംബരം ഹോസ്പിറ്റലിലെത്തി. ജനങ്ങൾക്ക് മുൻപിൽ വെച്ച് തന്നെ അയാൾ ജ്വാലയെ കുറ്റപ്പെടുത്തി. ആൾക്കാർക്കിടയിൽ ഷോ കാണിക്കാൻ വേണ്ടി നീ ചെയ്തതിന്റെ ഫലമല്ലേ ഇത്? വിമലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി. ജ്വാല കാത്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അറിയണം. സന്ധ്യ പോയി. ഇരുട്ട് വന്നു. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവൾ തന്റെ ഓഫീസിൽ കാത്തിരിക്കുകയാണ്. അമ്മയ്ക്ക് ഫോൺ ചെയ്തു. താൻ വൈകിയേ എത്തൂ എന്നറിയിച്ചു. ഉച്ചഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. വിമലിന്റെ മൃതദേഹത്തിനൊപ്പം പോയിരുന്ന SA മോഹനനും കോൺസ്റ്റബിൾസും മടങ്ങിയെത്തി. ആ നേരത്തായിരുന്നു ജ്വാലയ്ക്ക് ഡോക്ടറുടെ ഫോൺ കോൾ. വിമലിന്റെ മരണം വെടിയേറ്റുണ്ടായതല്ല. പിന്നെ അവൾ ധൃതിയിൽ തിരക്കി. അവന്റെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ടായിരുന്നു. വാട്ട്? യെസ്, അവൻ കഴിച്ച ചായയിൽ വിഷമുണ്ടായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. റിസീവർ ക്രാഡലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ജ്വാല. മോഹന, അവൾ ഗർജിച്ചു. പുറത്തെ മുറിയിലുണ്ടായിരുന്ന SA മോഹനനും പോലീസുകാരും മാത്രമല്ല, ASP ഓഫീസിന്റെ ഭിത്തികൾ പോലും ആ ശബ്ദം കേട്ട് നടുങ്ങി. അധ്യായം 3. ASP ജ്വാലയുടെ ഇത്തരമൊരു ശബ്ദം അവരൊക്കെ ആദ്യം കേൾക്കുകയായിരുന്നു. ഹൃദയം പിളർത്താൻ കഴിവുണ്ട് ആ ശബ്ദത്തിനെന്ന് SI മോഹനന് തോന്നി. പോലീസുകാരെ ഒന്ന് നോക്കിയിട്ട് അയാൾ പെട്ടെന്ന് ASPയുടെ മുന്നിലെത്തി അറ്റൻഷനായി. ജ്വാലയുടെ കണ്ണുകളിൽ കോപത്തിന്റെ വന്യമായ തിളക്കം മോഹനൻ കണ്ടു. അയാൾ കാര്യമറിയാതെ തന്നെ പതറിപ്പോയി. മോഹനൻ. ജ്വാല കസേരയിൽ നിന്നെണീറ്റ് അസ്വസ്ഥയായി കൈകൾ കൊട്ടി തിരുമിക്കൊണ്ട് അയാളുടെ തൊട്ടു മുന്നിലെത്തി. സാർ, തന്നെ എനിക്ക് വിശ്വസിക്കാമോ? കണ്ണുകളിലേക്ക് നോട്ടം നട്ടുകൊണ്ടായിരുന്നു ചോദ്യം. ഷുവർ സാർ. എങ്കിൽ പറയൂ, വിമലിനെ കൊന്നതാരാണ്? സാർ, കിടുങ്ങിപ്പോയി മോഹനൻ. വിമൽ? യെസ്, ദാറ്റ് ഈസ് എ പ്ലാൻഡ് മർഡർ. താൻ കൂടി അറിഞ്ഞുകൊണ്ടാണോ അത് നടന്നതെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. സാർ, ഞാൻ... സ്റ്റോപ്പ്. ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ആൻസർ യെസ് ഓർ നോ, അത് മാത്രം. നോ സാർ. എങ്കിൽ പിന്നെ ആർക്കറിയാം അതേക്കുറിച്ച്? അതും എനിക്കറിയില്ല സാർ. ഒരു മർഡർ ആണെന്ന് സാർ പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത് തന്നെ. ജ്വാല ശിരസിളക്കി. ഓക്കെ, വിമലിന് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തോ? ആരെങ്കിലും? നോ സാർ. ശരിക്കും ഓർത്തു നോക്ക്. വല്ല ചായയോ മറ്റോ? മോഹനൻ ചിന്തിച്ചു നോക്കി. അയാളുടെ തലച്ചോറിൽ ഒരു പ്രകാശം മിന്നിപ്പൊലിഞ്ഞു. ശരിയാണല്ലോ, വിമലിന് ചായ കൊടുത്തല്ലോ. യെസ് സാർ, പെട്ടെന്ന് മോഹനൻ അറിയിച്ചു. ജ്വാലയുടെ മുഖം വിടർന്നു. ടെൽമി, അതേക്കുറിച്ച് വ്യക്തമായി പറയൂ. ആരാണ് ചായ വാങ്ങിക്കൊണ്ടു വന്നത്? കോൺസ്റ്റബിൾ പ്രഭാകരനാണ്. വിമൽ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ അച്ഛനമ്മമാർ പാത്രമൊന്നും കരുതിയിരുന്നില്ല. താൻ വാങ്ങിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് പ്രഭാകരൻ പോകുകയായിരുന്നു. പ്രഭാകരൻ എവിടെ? പുറത്തുണ്ടു സാർ. അറസ്റ്റ് ഹിം. സാർ. മോഹനൻ പുറത്തേക്കോടി. അണപ്പല്ലുകൾ ഞെരിച്ചമർത്തി ജ്വാല കാത്തുനിന്നു. പ്രഭാകരൻ അറിയാതെ വിമൽ മരിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. 1 മിനിറ്റ് കഴിഞ്ഞ് SI മോഹനൻ തിരികെ വന്നു. എവിടെ അയാൾ? ഇവിടെയെങ്ങും കാണുന്നില്ല. അല്പം മുമ്പ് ധൃതിയിൽ പുറത്തേക്ക് പോയെന്ന് പാറാവുകാരൻ പറഞ്ഞു. മോഹനൻ. സാർ. അയാൾ രക്ഷപ്പെട്ടുകൂടാ. എവിടെയാണെങ്കിലും ഉടൻ കസ്റ്റഡിയിലെടുക്കണം. ക്യുക്ക്. സാർ. അപ്പോൾ തന്നെ മോഹനൻ കുറെ പോലീസുകാരെയും കൂട്ടി പ്രഭാകരനെ തിരക്കിയിറങ്ങി. എന്നാൽ ഒരിടത്തും പ്രഭാകരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ നേരത്ത് RK വർമ്മയുടെ രഹസ്യ ഗോഡൌണുകളിൽ ഒരിടത്തുണ്ടായിരുന്നു കോൺസ്റ്റബിൾ പ്രഭാകരൻ. അയാൾക്കരികിൽ അപ്പോൾ വർമ്മയെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. DYSP ലക്ഷ്മണൻ. താനിങ്ങനെ നിൽക്കാതെ ഇങ്ങോട്ടിരിക്കടോ. മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനുമൊക്കെ അങ്ങ് സ്റ്റേഷനിൽ. ഇവിടെ നമ്മൾ വർമ്മ സാബിന്റെ അതിഥികളാണ്. ഇദ്ദേഹത്തിന് നമ്മളിരുവരും ഒരുപോലെയാണ്, ലക്ഷ്മണൻ പറഞ്ഞു. എന്നിട്ടും അവർക്കൊപ്പം ഇരിക്കാൻ പ്രഭാകരൻ മടിച്ചു. ഇരിക്കടോ പ്രഭാകര. വർമ്മയും പറഞ്ഞു. ഇത്തവണ വളരെ പരുങ്ങലോടെ പ്രഭാകരൻ ഇരുന്നു. സത്യത്തിൽ എന്റെ അഭിമാനം രക്ഷിച്ചത് നീയാണ് പ്രഭാകര. എന്റെ മകന്റെ ഭാവിയും. പറ, നിനക്ക് എന്ത് വേണമെന്ന് പറ. എന്തും തരാൻ ഞാൻ ഒരുക്കമാണ്. വർമ്മ പ്രഭാകരന്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖം സന്തോഷത്താൽ വിടരുന്നത് കണ്ടു. ചോദിച്ചോ പ്രഭാകര. ലക്ഷ്മണനും പ്രോത്സാഹിപ്പിച്ചു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വർമ്മ സാബ് എന്തും തരും. അപ്പോഴേക്കും ഇസ്രയേൽ ബാബുവും
മറുതമാധവനും കടന്നു വന്നു. മദ്യവും സോഡയും കഴിക്കാനുള്ളതുമെല്ലാം അവർ കരുതിയിരുന്നു. ഇസ്രായേൽ ബാബു മദ്യം ഗ്ലാസുകളിലേക്ക് പകർന്നപ്പോഴേക്കും മറുതമാധവൻ അതിൽ സോഡ കലർത്തി. വർമ്മ തന്നെ ഒരു ഗ്ലാസ് ഉയർത്തി പ്രഭാകരന് നീട്ടി. കഴിക്ക്, നിന്റെ ഉള്ളൊന്ന് തണുക്കട്ടെ. പ്രഭാകരൻ അത് വാങ്ങി ഒറ്റവലിക്ക് അകത്താക്കി. ഇസ്രായേൽ ബാബു ഒരിക്കൽ കൂടി ഗ്ലാസ് നിറച്ചു കൊടുത്തു. അതും അങ്ങനെ തന്നെ വായിലേക്കൊഴിച്ചിട്ട് ഇടത് കൈകൊണ്ട് പ്രഭാകരൻ ചുണ്ടു തുടച്ചു. പിന്നെ വറുത്ത ഇറച്ചി കുറച്ച് വാരി വായിലേക്കിട്ടു. അതും കഴിഞ്ഞാണ് പറഞ്ഞു തുടങ്ങിയത്. ഞാനാണ് ചായ വാങ്ങിക്കൊണ്ട് കൊടുത്തതെന്ന് ജ്വാല സാറിനോട് മോഹനൻ പറയുന്നത് കേട്ടപ്പോൾ ആ കവാള് വെട്ടിപ്പോയി. അന്നേരം അവിടെ നിന്നിറങ്ങി പോന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം പോക്കായേനെ. പക്ഷെ ഇതിപ്പോൾ ഒരു രക്ഷപ്പെടലായി എനിക്ക് തോന്നുന്നില്ല. എന്റെ ജോലിയും പോകും, ഞാൻ അകത്തുമാകും. ജോലി പോകുന്നെങ്കിൽ പോട്ടടാ. വർമ്മ ഗ്ലാസ് ഉയർത്തി ഒരിറക്ക് കഴിച്ചു. സഹായിക്കുന്നവരെ വർമ്മ ഉപേക്ഷിക്കില്ല. 2 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് നിനക്ക് ഞാൻ തരും. പിന്നെ നീ അകത്താകാതെ ഞാൻ നോക്കുകയും ചെയ്യും. അത് പോരെ? അത് മതി സാബ്. പ്രഭാകരന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിളക്കം. എന്നാൽ പിന്നെ ജോലി പോകുന്നെങ്കിൽ അങ്ങോട്ട് പോകട്ടെ. എനിക്ക് 2 പഴമാ. പ്രഭാകരൻ ബാബുവിനെ നോക്കി. ഒന്നൂടെ ഒഴിക്കടാ. ബാബു കണക്കുകൂട്ടി തന്നെ ഒരു ഡബിൾ ലാർജ് ഗ്ലാസ്സിലേക്ക് വീഴ്ത്തി. കുറച്ച് സോഡ ഒഴിക്കുമ്പോഴേക്കും പ്രഭാകരൻ പറഞ്ഞു, മതി മതി, വെറുതെ വെള്ളം കുടിച്ച് വയറു നിറയ്ക്കുന്നത് എന്തിനാ? പക്ഷേ അതുകൂടി അകത്താക്കി കഴിഞ്ഞപ്പോഴേക്കും പ്രഭാകരൻ നല്ല ഫോമിലായി കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഒരു കേസ് കൂടി വരുമല്ലോ എന്റെ മണ്ടയ്ക്ക്. അതെന്താടാ? അല്ല, യൂണിഫോം ഇട്ടോണ്ട് മദ്യപിച്ചെന്ന്. ഏത് പോലീസുകാരനാടാ ഇങ്ങനെയൊക്കെ ചെയ്യാത്തത്? അല്ലേടാ ലക്ഷ്മണ? അല്ല പിന്നെ. പ്രഭാകരൻ അത്രയും ഫോമിലായിട്ടും ഇസ്രായേൽ ബാബു ഒരിക്കൽ കൂടി ഗ്ലാസ് നിറച്ചു. ഇനി എനിക്ക് വേണ്ട, വീണു പോവും. പ്രഭാകരന്റെ ശബ്ദം കുഴഞ്ഞു. അതൊന്നുമില്ലടോ, തന്റെ കപ്പാസിറ്റി അപാരമല്ലയോ? ലക്ഷ്മണനും പ്രോത്സാഹിപ്പിച്ചു. അതോടെ പ്രഭാകരൻ അതും അകത്താക്കി. അപ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം? അയാൾ ഓർമ്മിപ്പിച്ചു. എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ. അതുപോലെ തനിക്ക്. സാബ് ദൈവമാ, അത് മതിയേ. എന്നാലിനി ചെല്ല്, ബാബു നിന്നെ വീട്ടിലാക്കും, പണവും തരും. എന്നാ ശരി. അയാൾ എണീറ്റപ്പോൾ വേച്ചുപോയി. മർദ്ദമാധവൻ താങ്ങി. അല്ല സാബേ, വഴിയിലെങ്ങാനും ജ്വാല സാറ് തന്റെ ഒരു രോമത്തിൽ തൊടത്തില്ല. ധൈര്യമായിട്ട് പോ. തനിക്ക് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ടുണ്ട്. സന്തോഷം സാബേ. അല്ല എന്റെ ദൈവമേ. എങ്കിലിനി എനിക്ക് ഒരുത്തിയും പേടിയില്ല. എന്നാൽ പോ. ഓ. മർദ്ദമാധവൻ തന്നെയാണ് പ്രഭാകരനെ പുറത്തേക്ക് കൊണ്ടുപോയത്. ചെല്ലടാ ബാബു, മുൻകൂർ ജാമ്യത്തിന്റെ കാര്യം മറക്കരുത്. വർമ്മ കണ്ണിറുക്കി. യെസ് സാബ്. അവനും പോയി. ആശ്വാസം. അവളിപ്പോൾ പ്രഭാകരനെ തേടി പരക്കം പായുകയാവും. വർമ്മ ഗ്ലാസ് കാലിയാക്കി. ലക്ഷ്മണനും ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. പക്ഷേ ഈ ബുദ്ധി പെട്ടെന്ന് ഉപദേശിച്ചു തന്നത് ഞാനാണ്. അല്ലെങ്കിൽ തത്ത പറയും പോലെ സനൽ അവളോട് എല്ലാം പറഞ്ഞേനെ. എനിക്കറിയാം. അതുകൊണ്ട് തന്നെ തന്റെ വിഹിതം ഞാൻ കുറച്ചങ്ങ് ഉയർത്തിയേക്കാം. അത് മതി. പക്ഷെ പ്രഭാകരനെ പോലെ മുൻകൂർ ജാമ്യമൊന്നും വേണ്ട കേട്ടോ. അതും പറഞ്ഞ് ലക്ഷ്മണൻ ഉച്ചത്തിൽ ചിരിച്ചു. പാവം പ്രഭാകരൻ. 25 ലക്ഷം രൂപ. ലക്ഷങ്ങളുടെ വില പോയ പോക്കേ. മദ്യത്തിന്റെ പിടിയിലായിരുന്നെങ്കിലും അപ്പോൾ പ്രഭാകരന്റെ ഉപബോധ മനസ്സിൽ ഒരു നിറമുള്ള ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നത് പോലെ ആ 25 ലക്ഷം രൂപയുണ്ടായിരുന്നു. 100-ന്റേതാണെങ്കിൽ എത്ര കെട്ടുനോട്ടുകൾ കാണും? 500-ന്റേതാണെങ്കിലോ? എന്നാൽ കണക്കുകൾ മനസ്സിൽ കുഴഞ്ഞു മറിഞ്ഞതേയുള്ളൂ. ജീപ്പിലായിരുന്നു യാത്ര. സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ മർദ്ദമാധവൻ. ഇസ്രായേൽ ബാബു പിന്നിൽ പ്രഭാകരനോടൊപ്പമാണ്. ചീറിപ്പായുന്ന വാഹനങ്ങൾ. ബാബു പ്രഭാകരനെ നോക്കി. പിന്നോട്ട് ചാരിയിരിക്കുകയാണ്. അവൻ പുറത്തേക്കും നോക്കി. ഇപ്പോൾ തൊട്ടു പിന്നിൽ വാഹനങ്ങളില്ല. എല്ലാം കൊണ്ടും ഭദ്രം. ബാബു മുന്നോട്ടാഞ്ഞതും കോൺസ്റ്റബിൾ പ്രഭാകരനെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് തള്ളിയതും ഒന്നിച്ചായിരുന്നു. അസ്പഷ്ടമായ ഒരു ശബ്ദം പ്രഭാകരനിൽ നിന്നുയർന്നു. അപ്പോഴേക്കും ചാക്കുകെട്ട് കണക്കെ അയാൾ റോഡിൽ വീണുരുണ്ടു. മർദ്ദമാധവൻ ആക്സിലേറ്റർ ഞെരിച്ചു. വെടിയുണ്ട പോലെ ജീപ്പ് പാഞ്ഞുപോയി. പിന്നിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് ഒരു ടിപ്പർ ലോറിയായിരുന്നു. അതിന്റെ ഡ്രൈവർക്ക് ബ്രേക്ക് ചവിട്ടാനുള്ള നേരം കിട്ടിയില്ല. തറയിൽ നിന്ന് ഒരു ഞരക്കത്തോടെ എണീക്കാൻ ഭാവിക്കുകയായിരുന്ന പ്രഭാകരന്റെ തലയിലൂടെ തന്നെ അതിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങി. അബദ്ധം പിണഞ്ഞുവെന്ന് മനസ്സിലായ ടിപ്പർ ഡ്രൈവറും വണ്ടി നിർത്താതെ ആക്സിലേറ്റർ കാൽ ആഞ്ഞമർത്തി. ഈ നേരത്ത് തൊട്ടപ്പുറത്തെ വൺവേയിലൂടെ ജീപ്പോടിച്ചു പോകുകയായിരുന്നു ജ്വാല IPS. പ്രഭാകരന്റെ വീട്ടിൽ പോയി തിരക്കിയിട്ട് വരികയായിരുന്നു അവൾ. താൻ തിരയുന്നയാൾ റോഡിൽ ചതഞ്ഞറിഞ്ഞ വസ്തുത അവളും അറിഞ്ഞില്ല. സമയം അപ്പോൾ 11:30 കഴിഞ്ഞിരുന്നു. ജ്വാല വീട്ടിലേക്കാണ് പോയത്. മമ്മി അപ്പോഴും കാത്തിരിക്കുകയായിരുന്നു.
അവളുടെ മുഖം കണ്ടപ്പോഴേ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് മമ്മിക്ക് തോന്നി. എന്താ മോളെ? പ്രിയങ്ക സ്നേഹത്തോടെ തിരക്കി. മമ്മി, ഞാൻ തോൽക്കുകയാണോ എന്നൊരു തോന്നൽ. അവളുടെ ശബ്ദം പതറി. മോളെ. പ്രിയങ്കയിൽ അമ്പരപ്പ്. ഇല്ല കുഞ്ഞെ, നീ തോൽക്കുകയില്ല. ദൈവം എന്നും ഒരാൾക്ക് ദോഷം മാത്രം സമ്മാനിക്കില്ല. ജ്വാല ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഞാനൊന്ന് കുളിച്ചു വരാം മമ്മി. അവൾ തന്റെ മുറിയിലേക്ക് പോയി. രാവിലെ ഇവിടെ നിന്ന് പോയപ്പോൾ അല്പം ഭക്ഷണം കഴിച്ചതാണ്. പിന്നീട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ടും അവൾക്ക് കാര്യമായിട്ട് ഒന്നും കഴിക്കാനായില്ല. പ്രിയങ്ക മകളെ നിർബന്ധിച്ചു. വേണ്ട മമ്മി എന്ന് പറഞ്ഞ് അവൾ എണീറ്റ് പോയി. വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നെങ്കിലും ജ്വാലയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം കാര്യങ്ങൾ എങ്ങനെയൊക്കെയായി തീരും എന്നതായിരുന്നു ചിന്ത. പിറ്റേന്നത്തെ പത്രത്തിൽ വിമലിന്റെ മരണവാർത്തയുണ്ടായിരുന്നു. അവന്റെ വയറ്റിൽ വിഷം കലർന്ന കാര്യവുമുണ്ടായിരുന്നു. ജ്വാല ഓഫീസിലേക്ക് പുറപ്പെടാൻ ഭാവിച്ചപ്പോൾ SI മോഹനന്റെ ഫോൺ കോൾ. സാർ, കോൺസ്റ്റബിൾ പ്രഭാകരൻ മരിച്ചു. രാത്രി തന്നെ ബോഡി കിട്ടിയെങ്കിലും ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ റോഡിൽ നിന്ന് അയാളുടെ നമ്പർ കിട്ടിയതുകൊണ്ടാണ് ആളെ മനസ്സിലായത്. എങ്ങനെയാ മോഹന സംഭവം? പ്രഥമ ദൃഷ്ട്യാ റോഡ് ആക്സിഡന്റാണ്. അയാൾ കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു. എന്ന് വച്ചാൽ ഒരു പക്ഷേ കരുതിക്കൂട്ടിയുള്ള ആക്സിഡന്റും ആകാമെന്ന്. ഞാനുടനെ വരാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. മമ്മിയോട് പറഞ്ഞിട്ട് ജീപ്പിൽ യാത്ര തിരിക്കുമ്പോൾ ജ്വാല ഓർത്തു. പ്രേതം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങോട്ട് പൊയ്ക്കളയാം. മുഹമ്മദിനെ കാണുകയും ചെയ്യാം. ഇന്നലെ വളരെ നേരം താൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും മുഹമ്മദിനെ കാണാനായില്ല. അത്തരം സംഭവങ്ങളായിരുന്നല്ലോ അവിടെ. അവൾ ഹോസ്പിറ്റലിലെത്തി. മുഹമ്മദിന്റെ മുറിയിലേക്കാണ് ആദ്യം പോയത്. അയാൾ ഉണർന്നു കിടക്കുകയായിരുന്നു. സമീപത്ത് ഭാര്യയും പ്രായം ചെന്ന ബാപ്പയുമുണ്ട്. അവളെ കണ്ട് അവർ എണീറ്റു. ഇരിക്കൂ പറഞ്ഞിട്ട് അവൾ മുഹമ്മദിനെ നോക്കി. ഹൗ ആർ യു മുഹമ്മദ്? ഫൈൻ സാർ. അയാൾ ചിരിച്ചു. പക്ഷെ ഇവരാരും ഇപ്പോഴും ഒന്നും വിശ്വസിക്കുന്നില്ല. ഞാനേതോ വലിയ രോഗിയാണെന്ന ഭാവത്തിലാ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ മുഹമ്മദ്. ആ, അവൾ മുഹമ്മദിന്റെയും ബീവിയോടും ബാപ്പയോടുമായി പറഞ്ഞു. ഒരു 5 മിനിറ്റ് നിങ്ങളിരുവരും ഒന്ന് പുറത്തേക്ക് മാറിയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ഓഫീസ് കാര്യം സംസാരിക്കാമായിരുന്നു. അതിനെന്താ? അവർ പുറത്തേക്കിറങ്ങി വാതിൽ ചാരി. ജ്വാല സ്റ്റൂൾ വലിച്ചിട്ട് ഇരുന്നു. മുഹമ്മദ് അബോധാവസ്ഥയിൽ നിന്നുണർന്നപ്പോൾ നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. സൂര്യൻ സാറിന്റെ കാര്യമല്ലേ? യെസ്. ശരിയാണ് സാർ. സൂര്യൻ സാർ ജീവിച്ചിരിക്കുന്നു. ജ്വാല IPSന്റെ ശരീരത്തിൽ ഒരു കുളിരുണ്ടായി. സൂര്യൻ IPS ജീവിച്ചിരിക്കുന്നു. എവിടെ? അധ്യായം 4. എവിടെയാണ് മുഹമ്മദ് സൂര്യൻ IPS ഇപ്പോഴുള്ളത്? ഉള്ളിൽ പൊന്തിയ ഉദ്യോഗം തെല്ലും മറച്ചു വെക്കാതെ ജ്വാല തിരക്കി. ഒരു നിമിഷം കഴിഞ്ഞാണ് മുഹമ്മദ് അതിനു മറുപടി പറഞ്ഞത്. വാസ്തവത്തിൽ അത് എനിക്കും അറിയില്ല സാർ. വാട്ട്? ജ്വാലയുടെ നെറ്റി ചുളിഞ്ഞു. യെസ് സാർ, സൂര്യൻ സാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമേ എനിക്കറിയൂ. അപ്പോഴും ജ്വാലയ്ക്ക് ഒന്നും പിടികിട്ടിയില്ല. മുഹമ്മദ് തുടർന്നു. അന്ന് ഓഫീസിൽ നിന്ന് ഞാൻ ക്വാർട്ടേഴ്സിലെത്തി ഏതാനും സെക്കൻഡുകൾക്കുള്ളിലാണ് എനിക്കൊരു ഫോൺ കോൾ വന്നത്. അപ്പുറത്ത് സൂര്യൻ സാർ ആയിരുന്നു. ഞാനാ മുഹമ്മദ്. സൂര്യൻ എന്നുള്ള ആ ശബ്ദം അദ്ദേഹത്തിൻ്റെതാണെന്ന കാര്യത്തിൽ എനിക്ക് തെല്ലും സന്ദേഹമില്ല. സാറ് എവിടെ നിന്നാ വിളിക്കുന്നത്, എന്താ ഉണ്ടായത് എന്ന് ഞാൻ ചോദിച്ചതാണ്. പക്ഷേ അതിനുള്ള മറുപടിയല്ല കിട്ടിയത്. മുഹമ്മദ് ആ സംഭവം മനസ്സിലേക്ക് ആവാഹിക്കുകയാണെന്ന് ജ്വാലയ്ക്ക് തോന്നി. അവൾ ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു. മുഹമ്മദേ, എന്റെ ഡയറി എത്രയും വേഗം എടുക്കണം. അതിൽ എല്ലാമുണ്ട് എന്ന് മാത്രം പറഞ്ഞതും ഫോൺ കട്ടായി. പക്ഷേ ഈ വിവരം ജ്വാല സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അതിനു മുൻപാണ് ജ്വാല സാർ എന്നെ വിളിച്ചതും വേഗം വരാൻ പറഞ്ഞതും വഴിക്ക് വെച്ച്. ഇല്ല മുഹമ്മദ്, ഞാൻ തന്നെ വിളിച്ചതേയില്ല. എനിക്കും പിന്നീട് അങ്ങനെ തോന്നി. ആക്സിഡന്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല മുഹമ്മദ്. കൊല്ലാൻ വേണ്ടി തന്നെ അവർ അങ്ങനെ ചെയ്തതാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. തുടർന്ന് അയാൾ എല്ലാം പറഞ്ഞു. ജ്വാല ശ്രദ്ധയോടെ കേട്ടിരുന്നു. എല്ലാറ്റിനും പിന്നിൽ RK വർമ്മയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ തെളിവുകൾ? ഒരു ഭാഗത്തുകൂടി താൻ അത് ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ മറുഭാഗത്തുകൂടി അയാളത് നശിപ്പിക്കുന്നു. അവസാനം മുഹമ്മദിനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും അവളുടെ മനസ്സിൽ തങ്ങി നിന്നത് ആ ഡയറിയായിരുന്നു. സൂര്യൻ IPSന്റെ വിലപ്പെട്ട ഡയറി. മറ്റൊന്നുകൂടി അവൾക്ക് തലവേദനയുണ്ടാക്കാനുണ്ടായിരുന്നു. സൂര്യൻ IPS ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത്രയും ദിവസങ്ങളായിട്ടും പ്രത്യക്ഷപ്പെടാത്തതെന്ത്? മാത്രമല്ല താൻ കൂടി കണ്ട ചിതയ്ക്കുള്ളിൽ പിന്നെ എരിഞ്ഞടങ്ങിയതാരാണ്?
ഒരു പക്ഷേ മുഹമ്മദിനെ വഴിതെറ്റിക്കാനായി സൂര്യൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വന്ന ഒരു അനോണിമസ് കോൾ ആയിക്കൂടെ അത്? തന്റെ ശബ്ദത്തിൽ അയാളെ ശത്രുക്കൾ വിളിച്ചതുപോലെ സൂര്യന്റെ ശബ്ദത്തിലും വിളിച്ചതായിക്കൂടെ? എന്നാൽ അവിടെ ഒരു കരടുടക്കി. സൂര്യൻ ആക്സിഡന്റിൽ പെട്ട് മരിച്ചതാണെന്ന് ഏവരും വിശ്വസിച്ചിരിക്കെ പോലീസിന്റെ ഇടയിലേക്ക് തീപ്പൊരികൾ കണക്കെ ഇങ്ങനെ ഒരു സംശയത്തെ ആരെങ്കിലും ചികഞ്ഞിടുമോ? അങ്ങനെ വരുമ്പോൾ സൂര്യൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെ കരുതിക്കൊണ്ട് ഒരന്വേഷണം നടത്തുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. ഓഫീസിലെത്തും മുൻപ് മൊബൈൽ ഫോണിലൂടെ ഒരു മെസ്സേജ് അവൾക്ക് കിട്ടി. കോളേജ് വിദ്യാർത്ഥികൾ സമരത്തിലാണ്. അകാരണമായി സനലിനെ അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ചു. വിമലിനെ ജ്വാല വെടിവെച്ചു കൊന്നതാണ് തുടങ്ങിയവയാണ് ആരോപണങ്ങൾ. അവർ നിരത്തിലിറങ്ങാനും ASP ഓഫീസിലേക്ക് വരാനുമാണ് സാധ്യത. ഫോൺ ഓഫ് ചെയ്ത് കീശയിൽ തിരുകുമ്പോൾ ജ്വാലയുടെ കണ്ണുകൾ കുറുകിയിരുന്നു. ഓഫീസിലെത്തിയ ഉടനെ അവൾ എവിടേക്കോ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. പിന്നെ ASP ഓഫീസിന് വേണ്ടത്ര സെക്യൂരിറ്റി നൽകാനും ഏർപ്പാടാക്കി. ജ്വാലയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് ചെയ്യുന്ന വിവരം SP ചിദംബരവും DYSP ലക്ഷ്മണനുമൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. പക്ഷേ അവർ മൗനം പാലിച്ച് കാത്തിരിക്കുകയാണ്, സംഭവങ്ങളുടെ പരിസമാപ്തി എങ്ങനെയാണെന്ന് അറിയാൻ. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളാണ് പിന്നീട് അരങ്ങേറിയത്. ഒരു ടൊയോട്ടോ കാർ പട്ടണത്തിലെ പല വഴികളിലൂടെയും സഞ്ചരിച്ചു. കോളേജ് വിദ്യാർത്ഥികൾ ജാഥയായി പട്ടണത്തിന്റെ ഹൃദയഭാഗത്തെത്തി. അപ്പോൾ ഒരു കൈവണ്ടിയിൽ കുറെ സാധനങ്ങളുമായി 4-5 ചുമട്ടുതൊഴിലാളികൾ വരുന്നുണ്ടായിരുന്നു. അതിനു പിന്നാലെ ഒരു ഓട്ടോയും. വിദ്യാർത്ഥികൾ 500 പേരിൽ കുറയില്ലെന്ന് തോന്നും. ജാഥ കണ്ടതോടെ കൈവണ്ടിയും ഓട്ടോയും റോഡിന് നടുവിലേക്ക് നീങ്ങി. എടുത്ത് മാറ്റിനടാ ഇത്! ജ്വാലയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടുവന്ന വിദ്യാർത്ഥികൾ ആക്രോശിച്ചു. അതിന്റെ ആവശ്യമെന്താ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ചുമട്ടുതൊഴിലാളികളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. പക്ഷേ അവർ അത് കൂട്ടാക്കാൻ ഒരുക്കമായിരുന്നില്ല. താൻ പോടോ, എങ്ങനെ പോകണം, ഏതുവഴി പോകണം എന്നൊക്കെ ഞങ്ങൾക്ക് ശരിക്കറിയാം. സനലിന്റെ കൂടെ നേരത്തെ ബൈക്കിന് പിന്നിൽ ഉണ്ടായിരുന്നവനാണ് അത് പറഞ്ഞത്. മര്യാദയ്ക്ക് വണ്ടി എടുത്തു മാറ്റിക്കോ, അല്ലെങ്കിൽ ഓടയിൽ കളയും. ചുമട്ട് തൊഴിലാളികൾ മുഖാമുഖം നോക്കി. എന്നിട്ടും അവർ സംയമനം കൈവിട്ടില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ എങ്ങനെ അനിയന്മാരെ? ഇത് ഞങ്ങളുടെ വയറ്റിപ്പിഴപ്പാ, അത് നശിപ്പിക്കാതെ പോയാട്ടെ. തൊഴിലാളികൾ താഴുന്നത് കണ്ടപ്പോൾ വിദ്യാർത്ഥികൾക്ക് വാശിയേറി. വയറായാലും പിഴപ്പായാലും കൊള്ളാം, ഞങ്ങളുടെ വഴി തടയാൻ വന്നാലുണ്ടല്ലോ വെച്ചേക്കില്ല ഒന്നിനെയും. അപ്പോഴേക്കും ചിലർ ഓട്ടോക്കാരോടും പറഞ്ഞു, കുത്തിക്കേറി കത്തിക്കണ്ടെങ്കിൽ വേറെ വഴിയെ പൊക്കോടാ. വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല, വിദ്യാർത്ഥികൾ പിന്മാറിയിട്ടുമില്ല, അറിയാമോടാ. ഓട്ടോ ഡ്രൈവറും താഴ്മയായി സംസാരിച്ചു. അനിയന്മാരെ, ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാ. ഈ റോഡരികിൽ തന്നെയാ അവരുടെ വീട്. വേറെ വഴി പോയാൽ അയാൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾ സമ്മതിച്ചില്ല. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ വേണ്ട. ഒരാള് ചത്താൽ ഇവിടൊന്നും സംഭവിക്കില്ല. യാതൊരു തരത്തിലും വിദ്യാർത്ഥികൾ പിന്മാറില്ലെന്ന് ചുമട്ടുതൊഴിലാളികൾക്കും ഓട്ടോയിൽ ഇരുന്നവർക്കും മനസ്സിലായി. എന്തിനാ മക്കളെ ഈ സമരം? ആ ചുമട്ടുതൊഴിലാളി പിന്നെയും തിരക്കി. തനിക്ക് ചെവി കേൾക്കില്ലേടോ? ഞങ്ങൾ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് കേട്ടാൽ മനസ്സിലാകില്ലേ? അല്ലെങ്കിൽ ആ പ്ലക്കാർഡുകൾ കണ്ടാൽ മനസ്സിലാവില്ലേ? അതെങ്ങനെ? വിവരമില്ലാത്ത വർഗമല്ലേ? സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്തവർ, ഡേർട്ടി ഫെലോസ്, സ്കൗണ്ട്രൽസ്. ആ വിദ്യാർത്ഥി പറഞ്ഞത് കേട്ട് മറ്റുള്ളവർ ആർത്തു ചിരിച്ചു. ചോദിച്ചയാളുടെ മുഖഭാവം തെല്ലുമാറി. മക്കളെ, വീട്ടിൽ അരിവാങ്ങിക്കൊണ്ട് തരുന്നവരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ വിളിക്കുന്നത്? താൻ എന്തു പറഞ്ഞടോ? അതെ, പറഞ്ഞതിന് യാതൊരു മാറ്റവുമില്ല. അയാളുടെ വാക്കുകൾ മുറുകി. നീയൊക്കെ എന്തൊക്കെയാ ഞങ്ങളെ വിളിച്ചത്? ഡേർട്ടി ഫെലോസ് എന്നോ സ്കൗണ്ട്രൽസ് എന്നോ അല്ലേ? എന്നാൽ സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് അതിലൊക്കെ മനോഹരമായ ഒരു പേരിടട്ടെ, ബാസ്റ്റേഴ്സ്. എങ്ങനെയുണ്ട്? വിദ്യാർത്ഥികൾ ഒരു നിമിഷം സ്തബ്ധരായി. അയാളുടെ വാക്കുകൾക്ക് തീ പിടിച്ചു തുടങ്ങിയിരുന്നു. നീയൊക്കെ പറയുന്ന ഇംഗ്ലീഷിനേക്കാൾ നല്ല മലയാളം വാക്കുകൾ എന്റെ നാവിലുണ്ടടാ, പന്ന നായിന്റെ മക്കളെ. നിന്റെയൊക്കെ മുൻപിൽ അല്പമൊന്ന് താണു തന്നപ്പോൾ തലയിൽ കയറിയിരുന്ന് നിരങ്ങാൻ നോക്കുന്നോടാ. ഞങ്ങളെ മാറ്റിയിട്ട് നീയൊക്കെ മുന്നോട്ടു പോകത്തുള്ളെങ്കിൽ അത് തന്നെ ഒന്ന് കാണട്ടടാ. പിടിവണ്ടിയിൽ നിന്ന് കൈവിട്ട് അയാൾ താൻ ഉടുത്തിരുന്ന മുഷിഞ്ഞ ലൊങ്കി ഒന്ന് ചെരിച്ച് കയറ്റി കുത്തി. അപ്പോൾ നീലനിറമുള്ള നിക്കറിന്റെ പകുതിയോളം പുറത്ത് കണ്ടു. അയാൾ അതിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പിച്ചാത്തി വലിച്ചെടുത്ത് കടിച്ച് നിവർത്തി. ഏതവനാടാ ഞങ്ങളുടെ വണ്ടി റോഡിൽ നിന്ന് മാറ്റേണ്ടത്? അയാളുടെ പരിപരുത്ത ശബ്ദം വാസ്തവത്തിൽ വിദ്യാർത്ഥികളെ ഞെട്ടിച്ചു.
അപ്പോഴേക്കും മറ്റ് ചുമട്ടുകാരും എന്തിനും തയ്യാറായി. വാടാ, തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ ഞങ്ങളെ മാറ്റാൻ ഒന്ന് വാടാ. അയാൾ കത്തി മുന്നോട്ട് നീക്കിയപ്പോൾ വിദ്യാർത്ഥികൾ രണ്ടടി പിന്നോക്കം മാറി. ചുണയുള്ളവന്മാര് ആരുമില്ലേടാ, അമ്മയുടെ മുലപ്പാല് കുടിച്ചവന്മാരില്ലേടാ. ഒറ്റയാൾ പോലും മുന്നോട്ട് നീങ്ങിയില്ല. അയാൾ തുടർന്നു, എടാ, ഞങ്ങള് ചുമട്ടു തൊഴിലാളികളാണെന്ന് വെച്ച് വെറുതെ അങ്ങ് തരം താഴ്ത്തല്ലേടാ. ഒരു പക്ഷേ നിന്നെയൊക്കെ പടച്ചു വിട്ടവരേക്കാൾ വിദ്യാഭ്യാസമുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിൽ കാണും. അതുകൊണ്ട് വെറുതെ കയറിയങ്ങ് ചൊറിഞ്ഞേച്ചു പോകാമെന്ന് കരുതല്ലേ. നീയൊക്കെ ഞരമ്പയിലോടുമ്പോ ഞങ്ങള് വരമ്പിലൂടെ ഓടിയവരാ, മറക്കണ്ട. ഈ നേരത്താണ് ഒരു ലോറിയും കുറെ ഓട്ടോകളും പാഞ്ഞു വന്നത്. ലോറി നിറയെ യൂണിയൻ തൊഴിലാളികളായിരുന്നു. ജാക്കിലിവർ, സൈക്കിൾ ചെയിൻ, കൊടുവാള്, തുണിയിൽ കെട്ടിയ മെറ്റലുകൾ, നീണ്ട കമ്പുകൾ എന്നു തുടങ്ങി നാടൻ ആയുധങ്ങളുമായാണ് അവർ ചാടിയിറങ്ങിയത്. ഓട്ടോകളിൽ നിന്നും ഒരു കൂട്ടം ഡ്രൈവർമാരും. ആർക്കാടാ ഞങ്ങളോട് കളിക്കേണ്ടത്, അവർ അലറി. വിദ്യാർത്ഥികൾ വിളറിപ്പോയി. ഇന്നിന് നീ എന്നും ഒരു കോപ്പിലും പ്രകടനം നടത്തുന്നില്ല. ഇന്ന് മാത്രമല്ലടാ, ഇനി ആവശ്യമില്ലാതെ സമരമാണെന്നും പറഞ്ഞ് റോഡിലിറങ്ങിയാൽ നിന്റെയൊക്കെ കാല് ഞങ്ങൾ തല്ലി ഓടിക്കും. അവർ മുന്നോട്ട് കുതിച്ചു. ജീവൻ വേണ്ടവർ ഓടിക്കോ. ആദ്യം ഓടിയത് സനലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. പിന്നാലെ മറ്റുള്ളവരും. നിമിഷങ്ങൾക്കുള്ളിൽ റോഡ് വിജനമായി. ഓടിയ വിദ്യാർത്ഥികളിൽ ഒരു സംഘം വർമ്മയുടെയും സനലിന്റെയും മുന്നിലാണെത്തിയത്. അതിനു മുൻപ് തന്നെ അവർ വിവരങ്ങൾ അറിഞ്ഞിരുന്നു. നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാമടാ, സനൽ ചീറി. വെറുതെ രാവിലെ കുറെ എണ്ണത്തിന് വെള്ളം വാങ്ങിച്ചു കൊടുത്തത് മാത്രം മിച്ചം. അതല്ല സനലെ, ഞങ്ങൾ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവര് ഞങ്ങളെ. കൂട്ടുകാരനെ പൂർത്തിയാക്കാൻ സനൽ സമ്മതിച്ചില്ല. വേണ്ടടാ, ഒരുത്തനും ഒന്നും പറയണ്ട, പോ എന്റെ മുന്നിൽ നിന്ന്. പിറുപിറുപ്പോടെ വിദ്യാർത്ഥികൾ പോകുന്നത് നോക്കിയിരുന്നു കൊണ്ട് ആർ.കെ. വർമ്മ ഇത്തിരി മോക്കിൽ പൊടിയെടുത്തു. ഇത്തവണയും അവൾ തന്നെ ജയിച്ചിരിക്കുന്നു, പാടില്ല. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. പൊടി മൂക്കിൽ തിരികിയിട്ടാണ് അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തത്. അതിനിടെ തന്നെ സനലിനോട് പോകാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തു. അപ്പുറത്ത് ആഭ്യന്തരമന്ത്രി ഭാസ്കരനായിരുന്നു. എന്തായി വർമ്മേ കാര്യങ്ങൾ? ഒന്നുമായില്ല. ആ കിഴങ്ങന്മാര് പിള്ളേര് നിക്കറിൽ കൂടി മുള്ളിക്കൊണ്ട് തിരിച്ചു പോന്നു. അയാൾ ഉണ്ടായത് ചുരുക്കി പറഞ്ഞു. ഇങ്ങനെ ഒരു ജനപിന്തുണ അവൾക്കെങ്ങനെ കിട്ടി വർമ്മേ? ഞാനും അതാണ് ആലോചിക്കുന്നത്. ഏതായാലും ഒന്നുറപ്പാണ് എനിക്ക്, ജോലയുടെ നിഴലിൽ മറഞ്ഞു നിന്നുകൊണ്ട് മറ്റാരോ കൂടി കളിക്കുന്നുണ്ട്. ആർ യു ഷുവർ? യെസ്. എങ്കിൽ ഉടനെ അത് കണ്ടെത്തണം. ഓക്കെ. ആ കഴിവേറെ മോളെന്തിയെ? ആവോ. ജ്വാല അപ്പോൾ FIR-നോടൊപ്പമുള്ള സൂര്യൻ IPSന്റെ ഫോട്ടോകൾ സസൂക്ഷ്മം പരിശോധിക്കുകയായിരുന്നു. ചിലപ്പോൾ അത് സൂര്യൻ തന്നെയാണെന്ന് അവൾക്ക് തോന്നി, ചിലപ്പോൾ അല്ലെന്നും. പെട്ടെന്നാണ് സൂര്യൻ IPSന്റെ ഡയറിയെക്കുറിച്ച് ഓർത്തത്. കോൺസ്റ്റബിൾ പ്രഭാകരന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കും മുൻപ് തന്നെ ആ ഡയറി എടുക്കണമെന്ന് തീരുമാനിച്ച് അവൾ ഒറ്റയ്ക്ക് സൂര്യന്റെ ക്വാർട്ടേഴ്സിലേക്ക് ജീപ്പ് ഓടിച്ചു പോയി. ഗേറ്റ് കടക്കും മുൻപ് അകത്തുനിന്ന് ഒരു ടെമ്പോ വാൻ കുതിച്ചു വന്നു. ജ്വാല പെട്ടെന്ന് വെട്ടിക്കുകയും ബ്രേക്ക് അമർത്തുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചേനെ. ഒരിക്കൽ കൂടി വാനിന് നേരെ തിരിഞ്ഞു നോക്കിയിട്ടാണ് അവൾ ജീപ്പ് മുന്നോട്ടെടുത്തത്. ക്വാർട്ടേഴ്സിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അവൾ ഇറങ്ങിച്ചെന്നു. പൊടുന്നനെ അവൾ നിന്നു. ആ നെറ്റി ചുളിഞ്ഞു. വാതിലിൽ അപ്പോൾ ഒട്ടിച്ചതുപോലെ ഒരു പേപ്പർ. അതിൽ ഒറ്റ വാചകം മാത്രം: ഡയറി ഞാനെടുത്തു. ബാക്കി ഭാഗം മറ്റന്നാൾ.